നമ്മൾ കടയിൽ പോയി ഐസ്ക്രീം മേടിക്കുമ്പോൾ എത്ര രൂപയാണ് കൊടുക്കുന്നത്? നമ്മൾ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് ഐസ്ക്രീം മുതലാവാറുണ്ടോ? ഇതുപോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് പാർലേജിയുടെ വെറും 10 രൂപയുടെ പാക്കറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ പാർലേജിയുടെ ഈ ബിസ്ക്കറ്റ് കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയാൽ ശരിയാവും ഇല്ലയോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ശരിയാവും. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് ഹരി. വെൽക്കം ടു പാരഡൈസ് ഓഫ് കുക്കിംഗ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ പാർലജിയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 20 രൂപയുടെ പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ 10 രൂപയുടെ ബിസ്ക്കറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിടാം. അപ്പോൾ ഞാനിവിടെ ബിസ്ക്കറ്റ് മൊത്തം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി 10 രൂപയുടെ ബിസ്ക്കറ്റിന് നമുക്കൊരു 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു പൊടി പോലത്തെ പരുവത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടും. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂണോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടുക. നമ്മുടെ ബ്രൂ ആണെങ്കിലും എടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിവിടെ ക്രീം പോലത്തെ ഒരു പരുവത്തിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു തവ എടുക്കുക, നോൺ സ്റ്റിക്ക് തവ എടുക്കുക. അതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരുപാട് ചേർക്കല്, ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള കണ്ടൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്ചറിലായിരിക്കും കിട്ടുക. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് ഒട്ടി പിടിക്കാത്തത്, അല്ലെങ്കിൽ എപ്പോൾ ഒട്ടി പിടിച്ചോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ പിന്നീട് ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പരന്നൊരു പ്ലേറ്റ് എടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും സ്റ്റീലിനാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് നമുക്കൊന്ന് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അറ്റത്തൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലായിടത്തും ആ പാത്രത്തിൻ്റെ എല്ലായിടത്തും ഒരേപോലെ നിങ്ങൾ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ഇവിടെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കോ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കോ ഒരു അലൂമിനിയം ഷീറ്റോ എടുക്കുക. അതിന് മുകളിലേക്ക് നമുക്ക് പാത്രം വെച്ച് മൂടാം. അപ്പോൾ നമുക്കിതൊരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഒരു ദിവസം ഫുൾ ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ തുറക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പരുവത്തിലായിരിക്കും കിട്ടുക. ഒരു കേക്കിൻ്റെയോ ഒരു അപ്പത്തിൻ്റെ ആ ഒരു രീതിയിലായിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ നമുക്കിങ്ങനെ പോരാ, അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഒരു പരിപാടി ചെയ്യുവാണ്. ഒരു മിക്സറിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കേക്കിൻ്റെ രൂപത്തിലുള്ള ഐസ്ക്രീം നമുക്ക് മാറ്റാം. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് തണുത്ത പാൽ ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതാണ് കറക്റ്റ് ഐസ്ക്രീമിന് വേണ്ട ഒരു ക്രീം. അതിനുശേഷം നമുക്ക് നേരത്തെ ആ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് പരത്തുക. അതിനുശേഷം ഞാൻ ഇവിടെ നട്ട്സുള്ള കുറച്ച് ചോക്ലേറ്റ് അതിന് മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് പ്ലാസ്റ്റിക് വെച്ചൊന്ന് ചെറുതായിട്ട് മൂടുക. അതിന് മേളിൽ വെച്ച് നമുക്ക് പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ദിവസം ഫുള്ള് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് ഞാനിവിടെ എടുക്കുവാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ആ ഒരു പരുവം എങ്ങനെയായി നമുക്ക് നോക്കാം. കറക്റ്റ് ആ ഒരു കട്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീമിന്. ചോക്ലേറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്കൊരു തവി വെച്ച് നമുക്കൊന്ന് ഈ ഒരു സ്കൂപ്പായിട്ട് നമുക്കൊന്ന് എടുക്കാം. കറക്റ്റ് ആ ഒരു പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ടെക്സ്ചർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയൊരു ബൗളിലേക്ക് നമുക്കിത് സ്കൂപ്പായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ സ്കൂപ്പ് ഞാനിവിടെ ഇടുന്നുണ്ട്.
രണ്ടാമത്തെ സ്കൂപ്പ് ഞാൻ ഇടുന്നുണ്ട്. നമുക്കൊരു സ്കൂപ്പും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനിയുള്ള കുറച്ച് പരിപാടി ഓപ്ഷനിലാണ്. ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഹോട്ട് ചോക്ലേറ്റാണ് എടുക്കുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് മേളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം, ചെറുതായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ 10 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റിൻ്റെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ബിസ്ക്കറ്റ് വെച്ചുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.